കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ എടുത്തത്. ഇന്നെത്തിയപ്പോഴത്തേക്കും ഏകദേശം 2 മണിയായി. കഴിക്കാനുള്ള ഫുഡ് എത്തി. സ്റ്റാർട്ടറായിട്ട് വന്നത് ചിക്കൻ്റെ വിങ്സ് ആണ്. ഈ വിങ്സ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോർമലാണ്, മറ്റൊന്ന് ജമൈക്കൻ ഫ്ലേവറാണ്, വേറൊന്ന് സ്മോക്ക്ഡ് ഹണിയാണ്. ജമൈക്കൻ ഇവരുടെ സ്വന്തം മസാലയാണ്. ജമൈക്കൻ ഫ്ലേവറിൽ ഒരുപാട് ഡിഷ് ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട്. ജമൈക്കനും നോർമലും സ്മോക്ക്ഡ് ഹണിയും കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ സ്മോക്ക്ഡ് ഹണിയാണ് കേട്ടോ. ചെറിയ ഒരു മധുരമൊക്കെ ആയിട്ട് നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും. ഈ വിങ്സിൻ്റെ ഒരു പ്ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫ്ലേവറിൽ 12 പീസ് ഉണ്ടാവും. മാത്രമല്ല 3 വ്യത്യസ്ത ഫ്ലേവറുകൾ നമുക്ക് എൻജോയ് ചെയ്യാനും കഴിയും. അങ്ങനെ വിങ്സ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ഡിഷ് എത്തി. ഇത് ബീഫിൻ്റെ വാരിയില ചുട്ടതാണ് കേട്ടോ. ഈ ബീഫ് റിബ് 2 പീസാണ് ഒരു പ്ലേറ്റ് വരുന്നത്. ഇതിനോടൊപ്പം റൊമാലിയും റൈസും ഒക്കെ ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുത്ത ബീഫ് റിബ്. ഏറ്റവും ഇൻട്രസ്റ്റിങ് ഇതിൻ്റെ മസാല ഫ്ലേവറാണ്. മീറ്റിൻ്റെ കുക്കിംഗ് പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ടോ, കൈ കൊണ്ട് തൊട്ടാൽ മതി. ആ ബോണിൽ ചേർന്നിരിക്കുന്ന മീറ്റും ഫാറ്റും കൂടി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം. അടിപൊളിയാട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ റിബിന് റൈസിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ റൊമാലി റൊട്ടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഡിഷുകളിലൊന്ന് ഇവിടെ ഈ റിബാണ് കേട്ടോ. അടുത്ത് വന്നത് ഇവരുടെ ഫിഷ് മന്തിയാണ്. ഫിഷ് മന്തിയിൽ അവർ ഉപയോഗിക്കുന്ന ഫിഷ് ഹമൂറാണ് കേട്ടോ. നല്ല അടിപൊളി മസാലയിൽ ഗ്രില്ല് ചെയ്തെടുത്ത ഹമൂർ. ഇവരുടെ ഗ്രില്ലിംഗ് പെർഫെക്ഷൻ അടിപൊളിയാട്ടോ. ഈ ഫിഷിൻ്റെ മീറ്റും ഒട്ടും ഓവർകുക്കായിട്ടില്ല. ഫിഷൊക്കെ വളരെ പെട്ടെന്ന് ഓവർകുക്കായി അതിൻ്റെ ജ്യൂസ്നെസ് നഷ്ടപ്പെട്ടു. ആ ഹമൂറിൽ നല്ല സ്മോക്കി ഫ്ലേവറുള്ള മസാലയും ആ റൈസും നല്ല കോമ്പിനേഷനാണ്. ഫിഷിൻ്റെ ഒരു പ്രത്യേകത, അത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആണെങ്കിലും അല്ലെങ്കിലും പെട്ടെന്ന് അറിയാൻ പറ്റും. കുറച്ച് മീനിതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടേ കഴിച്ചു നോക്കണം, അലിഞ്ഞു പോകും. ഈ ഫിഷ് അൽഫാം ഇവരുടെ ജമൈക്കൻ മസാലയിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഹമൂർ ബ്രോസ്റ്റ് ചെയ്താലും അപാര ടേസ്റ്റാണ്. ഹമൂറിൻ്റെ ബ്രോസ്റ്റ് കിട്ടുന്ന സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഇവരുടെ BDF ആണ്. ഈ BDFനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ്. കുറച്ച് നാരങ്ങാ നീര് ആ BDFൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു വിടണം. എന്നിട്ട് ആ മീറ്റ് എടുത്ത് കഴിക്കണം. അടിപൊളിയാട്ടോ. അറബിക്കിലും ചൈനീസിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഡിഷ് ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇതിൽ പല ഡിഷുകൾക്കും ഇവരുടെ സ്വന്തം മസാലക്കൂട്ടുമാണ്. ഫ്രൈ ആയി വരുന്ന ഈ ഒരു മുളകെടുത്ത് ഇതുപോലെ കഴിക്കാൻ വല്ലാത്തൊരു സ്വാദാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം നല്ലൊരു ഇംഗ്ലീഷ് കോഫി കൂടി കുടിച്ചു. ഓരോ ഫുഡിലും, അത് പ്രിപ്പറേഷനിലാണെങ്കിലും സെർവിങ്ങിലാണെങ്കിലും ഒരു പ്രൊഫഷണലിസം അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്താണിയിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന വഴിക്ക് ചെറിയ വാപ്പലശ്ശേരിയിലാണ് ചാർക്കോൾ ഷേക്ക് എന്ന ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.